സംസ്ഥാനത്തുള്ള ഏജൻസികളെ ഏതെല്ലാം തരത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും ആ ഏജൻസികൾ ഉപയോഗിക്കും. കാരണം നമ്മുടെ ഡേറ്റാ സെക്യൂരിറ്റിയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ പോർട്ടൽ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. പോർട്ടൽ 100 ഡേയ്സിൻ്റെ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് പോർട്ടൽ. കേരളത്തിൽ തന്നെയുള്ള ഏജൻസിയാണ്. പിന്നെ അവരുടെ പരിമിതിക്ക് അപ്പുറം വന്നാൽ മാത്രമാണ് മറ്റ് ഏജൻസികളെ, സംസ്ഥാനത്തുള്ള ഏജൻസികളെ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കും. അതിന്റെ പരിധിക്ക് അപ്പുറത്ത് വരുവാണെങ്കിൽ മാത്രമാണ് മറ്റ് ഏജൻസികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അല്ല, ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്ത സ്ഥിതി വരും. നേരത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രശ്നം മനസ്സിലായല്ലോ. നേരത്തെ ഒരു തൊഴിൽ നിയമവും ഇല്ല. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടും അല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. ഞങ്ങളും പാർട്ടി എന്നുള്ള നിലയിൽ ലേബർ കോഡിനെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തതാണ്. പക്ഷേ ഏതെങ്കിലും തൊഴിൽ നിയമം സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പറ്റുമോ? തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? അതാണ്. അത് ആഭ്യന്തര വകുപ്പ് പരിശോധിച്ച് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സർക്കാരിന്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഇപ്പം തന്നെ വകുപ്പിനായി അനുവദിച്ചു. വിപണി ഇടപെടലിനായി 273 കോടി രൂപയും, അതായത് സൗജന്യ കിറ്റ് ഉൾപ്പെടെ, നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും, ഗതാഗത ചാർജിനത്തിൽ 20 കോടി രൂപയും കൊടുക്കും. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ട്. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടപ്പാക്കും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. പിന്നെ വിപണി ഇടപെടലിന്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. അപ്പോൾ വിപണിയിലെ വിലക്കയറ്റം ഇടപെടാൻ വേണ്ടി ജാഗ്രതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. നന്നായി. കാരണം 3 ഗഡുക്കളായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് കൊടുക്കുന്നത്. ആ 3 ഗഡു കൊടുക്കാതെ ഇറങ്ങിപ്പോയ ആളുകളാണ് ഇപ്പൊ സമരം ചെയ്യുന്നത്. ഞങ്ങൾ 1 ഗഡു കൊടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. 1 ഗഡു കൊടുക്കുന്നതിനുള്ള 1 ഗഡു കൊടുക്കും, ഉടൻ വിതരണം ചെയ്യും. അല്ല, 1 ഗഡു കൊടുക്കുമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് സർക്കാർ, ഉടൻ വിതരണം ചെയ്യും. വളരെ ഗൗരവമുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത്. 3 അധ്യാപകരെ അറസ്റ്റിലാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടാണ്. ഒരു ഡോക്ടർ അറസ്റ്റിലാണ്. ഒരു പ്രാക്ടീസിങ് ഡോക്ടർ അറസ്റ്റിലാണ്. കേസാണ്. അറസ്റ്റാണോ നോക്കണം. കേസാണ്. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിന്റെ
ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. നമ്മളൊരു പ്രയോറിറ്റി പ്രോഗ്രാമാണ് തൂഫാൻ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ. അല്ല, അതൊക്കെ നടപടിക്രമങ്ങളെല്ലാം ലഘൂകരിക്കും. നടപടിക്രമങ്ങൾ അങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ പരിഹരിക്കും. ഇതിന് പണവും കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആവശ്യമായ പണവും കൊടുത്തിട്ടുണ്ട്. ബജറ്റിൽ തന്നെ ബജറ്റ് പ്രസംഗത്തിന്റെ മറുപടിയിൽ പ്രത്യേകമായി പണം ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ആ കേസൊക്കെ ഒരു ധൃതിയും കൂടാതെ സമചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി SIT രൂപീകരിച്ച ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ SITയുടെ അന്വേഷണത്തിന്റെ ആദ്യത്തെ റിപ്പോർട്ട് കിട്ടി. ആദ്യത്തെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് രണ്ടാമത്തെ റിപ്പോർട്ട് കിട്ടി. ആ രണ്ടാമത്തെ റിപ്പോർട്ട് DGP പരിശോധിച്ച് ഈ അഡീഷണൽ DGPക്ക് അദ്ദേഹത്തെ കേൾക്കാനുള്ള അവസരം കൊടുത്ത്, മനസ്സിലായില്ലേ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടപടിയെടുത്തു. ആഭ്യന്തര മന്ത്രിയെ കണ്ടു, ഞാൻ കണ്ടു, ഫയൽ കണ്ട് നടപടിയെടുത്തു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുറേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടി ശ്രമിക്കുന്നു എന്നൊക്കെ ഒരുപാട് വാർത്ത കൊടുത്തു. 2 മാസമാണ് ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം 2 മാസം തികഞ്ഞപ്പോഴേക്കും അത് നടപ്പാക്കി. മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ കൊടുത്തു. മാധ്യമങ്ങളെ വാർത്ത അനുസരിച്ച് ഒരാളെ പിറ്റേ ദിവസം രാവിലെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് CAT-യിൽ ക്യാറ്റിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ടൊരു സ്റ്റേ പോലും കിട്ടാതിരുന്നത്. എന്തുകൊണ്ടാ? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭംഗിയായിട്ടാണ്, ചിട്ടയായിട്ടാണ് അത് ചെയ്തത്. ഞാൻ നിങ്ങളോടന്ന് പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടല്ലേ. ഗവൺമെന്റിന്റേതായ നടപടിക്രമങ്ങളുണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരായി നമുക്ക് നടപടിയെടുക്കാൻ പറ്റുമോ? റിപ്പോർട്ട് കിട്ടാതെ, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടാതെ. ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് 1, 2, 3, 4 ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നത്. അതിന്റെ പുറത്തല്ലേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ട് പിറ്റേ ദിവസം കയറി ഗവൺമെന്റ് നടപടിയെടുത്താൽ ഗവൺമെന്റ് കോടതിയിൽ കേസ് വരുമ്പോൾ എന്തു പറയും? എപ്പോഴും പ്രൊസീജിയർ ഫോർമാലിറ്റീസ് EPന്റെ ജോലി ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് അത് ചെയ്തതിന് എത്രമാത്രം വിമർശനങ്ങളാണ്. ഒരാഴ്ചയെ 10 ദിവസം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല. ബഹളം ഉണ്ടാകല്ലേ. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല, ഒരു മാധ്യമങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഈ കാര്യത്തിൽ നിങ്ങൾ കുറേ ദിവസം 10 ദിവസക്കാലം കൊടുത്ത വാർത്ത ശരിയായിരുന്നോ? അതായിരുന്നോ ശരി? സർക്കാർ ചെയ്തതായിരുന്നോ ശരിയെന്ന് നിങ്ങളൊരു പരിശോധന നിങ്ങളുടെ എഡിറ്റോറിയൽ റൂമിലെങ്കിലും നടത്തിയാൽ നന്നായിരുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണേ. അതൊക്കെ ആസ് യൂഷ്വൽ അതൊക്കെ നടക്കും. നടത്തി കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും നടപടി എടുത്തല്ലോ, ബാക്കി പരിശോധിക്കും. അത് നേരത്തെ ചെയ്തു തുടങ്ങിയ കാര്യമാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചെയ്ത കാര്യമല്ല, നേരത്തെ ചെയ്ത കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അന്വേഷിച്ച് നടപടിയെടുത്തു. ബാക്കിയുള്ള തുടരന്വേഷണം ആസ് യൂഷ്വൽ നടക്കും. പ്ലാൻ വിഹിതമൊന്നും കുറച്ചിട്ടില്ല, അതൊക്കെ തെറ്റായ കാര്യം. പ്ലാൻ ആദ്യത്തെ ഗഡു കൊടുക്കാൻ പോവല്ലേ. പ്ലാൻ വിഹിതം കുറച്ചതിന്റെ കാര്യം അസംബ്ലിയിൽ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ 20,000 കോടി ഇല്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയേക്കും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,000 കോടി. കേന്ദ്ര സർക്കാർ 16ാം ധനകാര്യ കമ്മീഷൻ 2.8% കേരളത്തിന് തന്നേക്കും. അപ്പോൾ 2.32 കിട്ടിയുള്ളൂ. അപ്പോൾ 5,000 കോടി പോയി. 20,000 കോടി ഇല്ല.
ഞാൻ പറഞ്ഞാൽ എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്, ഒരു ധനകാര്യമന്ത്രിയും ഫേസ് ചെയ്യാത്ത ക്രൈസിസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ 5000 കോടിയെ കുറച്ചുള്ളൂ പ്ലാനിൽ നിന്ന്. എന്നിട്ട് SC/ST ഫിഷറീസിന്റെയും നിലനിർത്തുകയും ചെയ്തു. 35,000 കോടി പ്ലാൻ ആയിരുന്നുവെങ്കിൽ അവർക്ക് എത്ര കിട്ടുമായിരുന്നു, അവർക്കൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടി ചെയ്തു. സ്വാഭാവികമായിട്ടല്ലേ 20,000 കോടി ഇല്ലാത്ത 20,000 കോടി എവിടെ നിന്നുണ്ടാക്കും? അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സ്പിൽ ഓവർ ചെയ്യണ വർക്കുണ്ട് ഇപ്പുറത്തേക്ക്, അതിന്റെ പൈസ കൊടുക്കും നമ്മൾ. നിങ്ങളിത് ഈ ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മാധ്യമങ്ങളിലും വരുന്ന വാർത്തകളാണ്. നിങ്ങൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ഈ ഓരോ ഗഡുവും കൊടുത്തിരിക്കുന്ന സമയം ഒന്ന് പരിശോധിക്കുക. നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പഠിക്കുകയും കൂടി ചെയ്താൽ നല്ലതാണ്. കഴിഞ്ഞ 2-3 വർഷം, ഞാൻ എന്നോട് റിക്വസ്റ്റാണ്, 2-3 വർഷങ്ങളിൽ ഇത് ആദ്യം ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് എന്നാ കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് 3-ാം ഗഡുവാണ്. ആ 3-ാം ഗഡു കൊടുത്തു കഴിഞ്ഞാലുള്ള മാർച്ച് 31-ന് ഫിനാൻഷ്യൽ ഇയർ തീരുകയാണ്. ഇത് ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന്റെ തലേദിവസം കൊണ്ടേ കൊടുക്കുകയാണ്. പിറ്റേ ദിവസം ട്രഷറി അടയ്ക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തൊരു സംസ്ഥാനമാണിത്.